ഈ അമ്മയുടെ വായനയെക്കുറിച്ച് മധുവിൻ്റെ അമ്മയുടെ വായനയെക്കുറിച്ച് പറഞ്ഞു. ഇതേപോലെ തന്നെ ഒരു ഓർമ്മ എനിക്കുണ്ട്. കാരണം ഒരു കർക്കിടക മാസത്തിൽ വൈകുന്നേരത്ത് പെട്ടെന്ന് അമ്മ വല്ലാണ്ട്, എൻ്റെ അമ്മ വളരെ വല്ലാതെ അസ്വസ്ഥയാവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അമ്മ എല്ലാ ദിവസവും വൈകുന്നേരത്ത്, കർക്കിടക മാസത്തിൽ വൈകുന്നേരത്ത് വിളക്ക് കത്തിച്ചതിന് ശേഷം രാമായണം വായിക്കുന്ന ശീലമുണ്ട്. അന്ന് അമ്മയുടെ കണ്ണട എവിടെയോ വെച്ച് മറന്നു. അത് കണ്ടെത്താൻ പറ്റാതെ അന്ന് അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിനോ ഒന്നും തടസ്സമില്ല. പക്ഷേ വൈകുന്നേരത്ത് രാമായണം വായിക്കാൻ കണ്ണടയില്ലാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വല്ലാതെ അസ്വസ്ഥ ആകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് അങ്ങനെ വായനയുടെ ഒരു ഇഷ്ടം ഉള്ള ഒരാൾക്ക് വായനയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു കാര്യം എപ്പോഴും പറയാറുള്ളത്, നമ്മൾ ഈ എഴുത്തുകാരൻ്റെ ശബ്ദത്തിൽ പിന്നെ കഥ കേൾക്കുക, അല്ലെങ്കിൽ വേറൊരാൾ വായിച്ചിട്ട് നമ്മളുടെ കഥകൾ മറ്റൊരാൾ വായിച്ചിട്ട് നമ്മൾ ഓഡിയോ ബുക്കായിട്ട് നമ്മൾ കേൾക്കുക എന്നൊക്കെ പറയും. ഞാൻ കുറേ കഥകൾ എൻ്റെ ഒരു സുഹൃത്ത്, കോഴിക്കോട്ടുള്ളൊരു ലേഡി, അവർ ഈ ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ട് കഥകൾ വായിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ എല്ലാ കഥകളും അവർ വായിച്ചിട്ട് 3 പുസ്തകങ്ങളിലെ കഥകളും അവർ വായിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് വെച്ചാൽ, അപ്പോൾ എന്നിട്ട് ഞാൻ അവരെ അയച്ചു തന്നത് മുഴുവൻ ഞാൻ ഇന്ന് കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഒട്ടും എന്നെ സംബന്ധിച്ചോളം എനിക്കത് തൃപ്തികരമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് അവർ വായിച്ചതിൻ്റെ കുഴപ്പമില്ല. ഞാൻ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. നേരത്തെ കണ്ണടയില്ലാതെ നമുക്ക് ഊണ് കഴിക്കാം, കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാമെങ്കിൽ പോലും കണ്ണട വെച്ചുകൊണ്ട് ഞാനത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയുണ്ട്. ആ വായന, ആ അക്ഷരത്തോടുള്ള എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതെനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ടിരുന്ന് വായിക്കണം. നിങ്ങൾ എഴുതുന്നൊരു കഥ ഞാൻ വായിക്കുമ്പോൾ, നിങ്ങൾ എഴുതിയൊരു കഥ നിങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കുന്നതിനേക്കാൾ ഞാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾ എഴുതിയ കഥ എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വായിക്കുമ്പോഴാണ്. ആ വായനയുടെ ഒരു സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. ഇത് ഇല്ലാതെ പോയി കഴിയുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ വേദനയും സങ്കടവും അറിയുള്ളൂ. ഇനിയുള്ള കാലത്തും ഈ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും പ്രിൻറ്റിങ് നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. അത് മുമ്പട്ടൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഈവൻ എത്രമാത്രം സാങ്കേതികമായിട്ട് നമ്മളുടെ ഈ മീഡിയ മാറിയാലും ഈ അക്ഷരം വായന എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ലൈബ്രറികളും പുസ്തകങ്ങളും ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നില്ല, തിരിച്ചു വരും. നിലനിൽക്കും എന്ന് മാത്രമല്ല, കൂടുതൽ ശക്തിയായിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്ന് വെച്ചിട്ട്, കാരണം നമ്മൾ വായിക്കുന്നത് നമ്മളെ മാത്രം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ വേറൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. നമ്മുടെ ഒരു ഏകാന്തതയുണ്ട്, നമ്മുടെ ഒരു സ്വകാര്യതയുണ്ട്. ഇതിനകത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരിടമുണ്ട്. അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇടം എന്ന് പറയുന്നത് വായനയാണ്. അതൊരിക്കലും നമ്മൾ ഒറ്റയ്ക്കൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പോലും കിട്ടാത്തതിനേക്കാൾ ഏറെ സുഖം നമ്മളൊരു കഥയോ, ഒരു നോവലോ, ഒരു ലേഖനമോ, ഒരു ആത്മകഥയോ, അല്ലെങ്കിൽ ഒരു ചരിത്ര പുസ്തകമോ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റതിനെല്ലാം കൃത്യം ഫ്രെയിമുണ്ട്. സിനിമ കാണുമ്പോൾ ആ ഫ്രെയിമിനകത്തേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഭാവനയെയും നമ്മുടെ മനസ്സിനെയും നമ്മൾക്ക് എവിടെ വേണമെങ്കിലും അതിന് പ്ലേസ് ചെയ്യാം. കറക്റ്റ്. ഇപ്പോൾ അനൂപ് എഴുതിയൊരു കഥ, ചിലപ്പോൾ അനൂപിൻ്റെ നാട്ടിൽ ഈ ഒരു ജീവിതം വെച്ചുകൊണ്ടായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ് ചിലപ്പോൾ ആ ചാരുമൂട് ഭാഗത്തുള്ള ഒരു പ്രദേശത്തോ മാവേലിക്കര ഉള്ള ഒരു ഏരിയയിൽ നിന്നുകൊണ്ടോ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ആ കഥ വായിക്കുന്നത് കോഴിക്കോട് ഇരുന്നു കൊണ്ടാണെങ്കിൽ എനിക്ക് കോഴിക്കോടിലൊരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ആ കഥ മാറ്റാൻ പറ്റും. കാരണം അതിനകത്തൊരു ഇടവഴി ഉണ്ടാവാം, ഒരു റോഡ് ഉണ്ടാവാം, ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാവാം, ഒരു വീടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പറമ്പുണ്ടാവാം, ഒരു സ്കൂൾ ഉണ്ടാവാം, ഏതുമാകട്ടെ. ഞാൻ ആ സ്കൂൾ, നിങ്ങൾ എഴുതിയ സ്കൂളല്ല ഞാൻ കാണുന്നത്, ഞാൻ എൻ്റെ സ്കൂളാണ് കാണുന്നത്. ഇതൊരിക്കലും നമുക്ക് സിനിമയിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എഴുതിയ ഒരു കഥ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോകമുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വായനയല്ലാതെ വേറൊരു ഒന്നിനും സാധ്യതയില്ല എന്നുള്ളതാണ്. മധു, ഈ നമ്മുടെ ഇന്ദുഗോപൻ എഴുതിയ ഒരു നോവലറ്റ് PF മാത്യൂസ് തിരക്കഥ എഴുതി മധു അമൃത TV വേണ്ടി സംവിധാനം ചെയ്യുന്ന സമയത്ത് അതിലൊരു പത്രാധിപരുടെ വേഷം അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. ഒരു 4-5 എപ്പിസോഡ് ഞാൻ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ആദ്യത്തെ ടേക്ക് കഴിഞ്ഞിട്ട് മധു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അഭിനയത്തെക്കുറിച്ച് നീ എന്താ വിചാരിച്ചത്? മനസ്സിലായല്ലോ ഇപ്പം അഭിനയം എത്രമാത്രം
പ്രയാസമുള്ള കാര്യമാണെന്ന് അതൊന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ഈ വേഷം തന്നത്. ഇതുപോലുള്ള മധുരമായ പ്രതികാരം മറ്റുള്ളവരോടും ചെയ്യാറുണ്ടോ അത്? ഇതൊക്കെ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നീയോട് അനുഭവിക്കടാ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അത്രേ ഉള്ളൂ. അത് ഞാൻ അങ്ങനെ ഇന്നയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നല്ല. എനിക്ക് ഏറ്റവും രസം തോന്നിയ സാധനം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സുരേഷ് ഏട്ടൻ, മേനക സുരേഷില്ല, സുരേഷ് ഏട്ടൻ എൻ്റെ സിനിമയിൽ കുപ്രസിദ്ധ പയ്യനിലൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരുന്നു. അപ്പോൾ ആ സിനിമ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതി കഴിഞ്ഞ സമയത്ത് സുരേഷ് ഏട്ടൻ അതിന് ആ സമയം വരെ ഒന്നും ഞാനത് ഈ പുള്ളിയാണ് കാസ്റ്റ് ചെയ്തപ്പോഴൊന്നും പുള്ളി അതിന് മുമ്പൊരു സിനിമയിലും എവിടെ അഭിനയിച്ചതായിട്ട് കണ്ടിട്ടില്ല. അപ്പം ഞാൻ തിരക്കഥ എഴുതി ഒരു ദിവസം കൊണ്ടു കൊടുക്കാൻ പോകുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പാണ് രാമലീല എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളി അഭിനയിച്ചു എന്നുള്ളത് ഞാൻ അറിയുന്നത്. അത് റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് പുള്ളിയുടെ അടുത്ത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നപ്പോൾ ടി കെ രാജീവ് കുമാർ എന്ന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സുരേഷിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, സുരേഷിനെ അഭിനയിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾ. അദ്ദേഹം സുരേഷ് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, രാമലീല എന്ന് പറഞ്ഞു. അത് ഇറങ്ങിയിട്ട് പോയായിരുന്നു വെച്ചു. ഞാൻ എനിക്കറിയാം പുള്ളി അഭിനയിക്കുന്നുണ്ട്. മനോഹരമായിട്ട് 2 പേരുടെ ഇടയിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ എത്രമാത്രം മനോഹരമായിട്ടാണ് പുള്ളി തീർക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 2 സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ബട്ടർഫ്ലൈസും കാശ്മീരും. അതല്ലാതെ പുള്ളി എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്തൊരു ക്യാരക്ടർ ജഡ്ജാണ്. അപ്പോൾ 2 പ്രശ്നങ്ങളെ എത്ര തന്മയത്വത്തോടു കൂടിയാണ് തീർക്കുന്നത് എന്നുള്ളത് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുള്ളി ചെയ്തു. ആ സിനിമ മനോഹരമായിട്ട് ചെയ്യുകയും അയാളുടെ സിനിമയിലാണ്, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമയിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണ എന്ന് പറയുന്നത് പുള്ളി എൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഒരു പ്രതികാരം ഉണ്ടായിരുന്നില്ല? എന്നോടൊരു പ്രതികാരം ഉണ്ടായിരുന്നു. ഇതൊന്നും പ്രതികാരമൊന്നും പറഞ്ഞാൽ പ്രതികാരമോ എന്നത് അങ്ങനെയല്ല. അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്നുള്ളതാണ്. എന്തായാലും നമ്മളെപ്പോഴും ഈ പ്രതികരിക്കാൻ പറ്റുന്നൊരു മനസ്സാവുമ്പോഴാണ് പ്രതികാരം ഉണ്ടാകുന്നത്.